ഞാൻ എപ്പോഴും നല്ല ഭക്ഷണമാണ് കഴിക്കുന്നത്. പക്ഷെ എന്നിട്ടും എനിക്ക് എപ്പോഴും നല്ലൊരു ക്ഷീണം പോലെ തോന്നുന്നുണ്ട്. പ്രോട്ടീൻ നന്നായിട്ട് ശരീരത്തിൽ കുറഞ്ഞു വരിക, അല്ലെങ്കിൽ വിറ്റമിൻസ് ഒക്കെ കുറഞ്ഞു വരിക എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. തല നന്നായിട്ട് കറങ്ങുക, കുറച്ച് സമയം നടക്കുമ്പോൾ തന്നെ നന്നായിട്ട് ബലം നന്നായിട്ട് കുറഞ്ഞു വരുന്നത് പോലെ, ക്ഷീണം എപ്പോഴും തോന്നുക എന്നൊക്കെ പറയുന്ന ധാരാളം ആളുകളുണ്ടല്ലേ. അപ്പൊ പലരും വിചാരിച്ചിരിക്കുന്നത് പ്രായമാകുന്ന സമയത്ത് കണ്ടുവരുന്ന പ്രശ്നങ്ങളാണെന്ന് വിചാരിച്ചിട്ട് തള്ളിക്കളയുന്നവരും ഉണ്ട്. പക്ഷെ ഇത് അതുകൊണ്ട് മാത്രമല്ല കേട്ടോ. നമ്മൾ നമ്മുടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് കുറച്ച് തെറ്റുകളൊക്കെ ചെയ്യുന്നത് കൊണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടു എന്ന് വരാം. അതായത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളാണെന്ന് വിചാരിച്ച് കഴിക്കുമ്പോൾ തന്നെ അതിൽ ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ഇല്ല, വൈറ്റമിൻസ് ഇല്ല, മിനറൽസ് ഇല്ല, ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നമുക്ക് പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളിവിടെ ഈ പറയാൻ പോകുന്ന 5 ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നു മുതലേ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ. അതുപോലെ നിങ്ങൾ കഴിച്ചിരിക്കേണ്ട ഒരു 5 ബ്രേക്ക്ഫാസ്റ്റ് ഞാനിവിടെ പറയുന്നുണ്ട്. നമ്മൾ നിത്യേന കഴിക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടിയാണ്, പക്ഷെ ഇത് കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ ഞാനിവിടെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ നോക്കുക എന്തൊക്കെ തെറ്റുകളാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന്. അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ കഴിക്കാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ എന്തൊക്കെയാണ് ഭക്ഷണങ്ങൾ, എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഒഴിവാക്കേണ്ട 5 ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയാനായിട്ട് പോകുന്നത്. അതിൽ ഒന്നാമത്തെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു കാര്യമാണ് വൈറ്റ് ബ്രെഡ്. കൂടുതലായിട്ട് നമ്മുടെ ഓഫീസിലേക്ക് പോകുന്ന ആളുകളൊക്കെ കൂടുതലും ചൂസ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണല്ലേ. അധികം ഉണ്ടാക്കാനായിട്ട് സമയമൊന്നുമില്ല, എന്തെങ്കിലും ടോസ്റ്റ് പോലെയുള്ള കാര്യങ്ങളാക്കിയിട്ട് അല്ലെങ്കിൽ കാപ്പിയുടെയും ചായയുടെ കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതാണ്. വയറും ഫില്ല് ചെയ്യും, പക്ഷെ അത്രയും പെട്ടെന്ന് നമുക്ക് വിശക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇത് കൂടുതലായിട്ടും ചൂസ് ചെയ്യാറും കൂടി ഉണ്ട്. പക്ഷെ നിങ്ങൾ നിത്യമായിട്ട് കഴിക്കുന്ന ഒരാളുകളാണെങ്കിൽ പരമാവധി നിങ്ങൾ അത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൽ റിഫൈൻഡ് ഫ്ലോർ പോലെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ ന്യൂട്രിയൻസും ഇതിലില്ല. പ്രോട്ടീനോ വൈറ്റമിൻസോ മിനറൽസോ യാതൊരുവിധ കാര്യങ്ങളും ഇല്ല. അപ്പൊ നിത്യമായിട്ട് നിങ്ങൾക്ക് കഴിക്കുമ്പോൾ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് ഇത് പരമാവധി ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വേണമെങ്കിൽ പ്രോട്ടീന്റെ കൂടെ എന്തെങ്കിലും മിക്സ് ആയിട്ട്, അതായത് ഈ മുട്ടയുടെ ഓംലേറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു സ്ലൈസ് ബ്രെഡിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം. അല്ലെങ്കിൽ ഈ അവക്കാഡോ ടോസ്റ്റ് പോലെയുള്ള കാര്യങ്ങളുടെ കൂടെ ഒരു സ്ലൈസ് ബ്രെഡ് ആക്കിയിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാവുന്നത് കൂടിയാണ്. പക്ഷെ എന്റെ ഒരു ഓപ്ഷൻ പറയുകയാണെങ്കിൽ ഈ വൈറ്റ് ബ്രെഡ് പരമാവധി ഒഴിവാക്കിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചൂസ് ചെയ്യാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ് കോഫി. കോഫി എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. പക്ഷെ പലരും മിസ്റ്റേക്ക് എവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഉണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് സ്കിപ്പ് ചെയ്യും, എന്നിട്ട് കോഫി മാത്രം കുടിച്ചിട്ട് ഓഫീസിലേക്കും അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്യുന്നവരും ഉണ്ട്. അല്ലെങ്കിൽ പലരും വെറും വയറ്റിൽ കുടിക്കുന്നവരുണ്ട്. വേറെ കുറെ ആൾക്കാരെ നോക്കുകയാണെങ്കിൽ കുറെ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കുന്നവരുണ്ട്. ഈ 3 കാര്യത്തിൽ നിങ്ങൾ ഏതാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യം നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. കോഫി എഗെയിൻ പറയാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ഹാർട്ടിന്, ലിവറിന് എന്നിങ്ങനെ പറയുന്ന പല ഓർഗൻസിനും ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഫുൾ ഡേ കുറച്ചൊരു എനർജറ്റിക് ആയിട്ട് വെക്കാനായിട്ടും വളരെയധികം സഹായിക്കും. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ കോഫി കുടിക്കണം എന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ ആദ്യം കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഒരു കപ്പ് കോഫി നിങ്ങൾ കുടിച്ചു, കുഴപ്പമൊന്നുമില്ല. പഞ്ചസാര വളരെ കുറവിട്ടിട്ട് നിങ്ങൾ കുടിക്കാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. എഗെയിൻ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ഞാൻ മുന്നോട്ട് പറയുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു കാര്യം കഴിച്ചതിന് ശേഷം ഇങ്ങനെ നിങ്ങൾ കഴിക്കാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തതാണ്, പല ആളുകളും വളരെ ഹെൽത്തി ആണ്, ന്യൂട്രീഷൻസ് ആണെന്ന് വിചാരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന പലതരം പാക്കറ്റിൽ കിട്ടുന്ന സീരിയൽസ്. അതായത് ഈ കോൺഫ്ലെക്സ് പോലെയുള്ള കാര്യങ്ങൾ, ചോക്കോ ഫ്ലേക്സ്, ഈവൻ സ്വീറ്റൻഡ് ആയിട്ടുള്ള മുസലി പോലെയുള്ള കാര്യങ്ങളൊക്കെ പല ബാച്ചിലേഴ്സും അതുപോലെ തന്നെ ചില പാരന്റ്സ് വരെ കുട്ടികൾക്ക് കൊടുക്കുന്നതും കാണാനായിട്ട് പറ്റുട്ടോ. കുറച്ച് ഈ ചോക്കോ ഫ്ലേക്സ് ഒക്കെ പാലിൽ മിക്സ് ചെയ്തിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കുന്നത്. സംഭവം പറയുകയാണെങ്കിൽ വയറൊക്കെ നിറയും, കുറച്ചൊരു ഫില്ലായിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ യാതൊരുവിധ ന്യൂട്രിയൻസും അതിലില്ല. ഇതിൽ പ്രോട്ടീന്റെ അളവ് നോക്കുകയാണെങ്കിൽ, ഫൈബറിന്റെ അളവ് നോക്കുകയാണെങ്കിൽ വളരെയധികം കുറവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ മെയിൻ ആയിട്ട് കിട്ടുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? കാർബോഹൈഡ്രേറ്റ്. ഈവൻ ഷുഗർ പേഷ്യൻസ് ഒക്കെയാണ് ഇത്തരത്തിലുള്ള സീരിയൽസ് എടുക്കുന്നതെങ്കിൽ രക്തത്തിൽ ഷുഗറിന്റെ അളവിനെ കൂട്ടാനായിട്ടുള്ള വളരെയധികം ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് പരമാവധി നിങ്ങൾ നിത്യമായിട്ട് കഴിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓട്സ് കഴിച്ചോളൂ. ഓട്സിൽ തന്നെ പ്ലെയിൻ റോൾഡ് ഓട്സ് ഉണ്ടല്ലോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പാലിലൊക്കെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നട്ട്സും സീഡ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ രാത്രി നിങ്ങൾ കുതിർത്ത് വെച്ചിട്ട് രാവിലെ ആകുന്ന സമയത്ത് കുറച്ച് പച്ചക്കറി ഒക്കെ ഇട്ടിട്ട് ഉപ്പുമാവ് പോലെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അതും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പക്ഷെ ഇത്തരത്തിൽ കിട്ടുന്ന പാക്കറ്റ് കിട്ടുന്ന ഈ ഇത്തരത്തിലുള്ള സ്വീറ്റൻഡ് ആയിട്ടുള്ള സീരിയൽസ് പരമാവധി ഒഴിവാക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കും. നാലാമത്തെ കാറ്റഗറിയിൽ വരുന്നതാണ് ഈ ബേക്കറി ഐറ്റംസ് കേട്ടോ. അതായത് ബിസ്ക്കറ്റ്, ബണ്ണ് അല്ലെങ്കിൽ ഈ റസ്ക് പോലെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. പലരും കാണാനായിട്ട് പറ്റും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു കപ്പ് ചായ, അതിൽ കുറച്ച് റസ്ക് അല്ലെങ്കിൽ ഒരു ബണ്ണ്, കുറച്ച് ബിസ്ക്കറ്റ് പോലെയുള്ള കാര്യങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് മാറുമെന്ന് വിചാരിച്ചിട്ട് കഴിക്കുന്നവരുണ്ട്. വിശപ്പൊക്കെ മാറും, സംഭവം ശരി തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും അറിയാം അതിൽ യാതൊരുവിധ ന്യൂട്രിയൻസും ഇല്ല.
രണ്ടാമത്തെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് നിങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, മലബന്ധം, ഗ്യാസ്, ഈവൻ ഷുഗർ പേഷ്യൻസ് ആണ് എടുക്കുന്നതെങ്കിൽ രക്തത്തിലത്തെ പഞ്ചസാരയുടെ അളവിൽ കൂട്ടാനും വളരെയധികം ചാൻസ് ഉള്ളത് കൊണ്ട് ഈ ഒരു കാര്യം നിത്യമായിട്ട് കഴിക്കുന്നത് ഇതും നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കും. ഇനി അവസാനമായിട്ട് ഞാൻ ഈ ഒരു കാറ്റഗറിയിൽ ചേർത്തിരിക്കുന്നത് നമ്മളെല്ലാവരും ദിവസവും കഴിക്കുന്ന ഒരു കാര്യമല്ല കേട്ടോ. പക്ഷെ പല ആളുകളും ഇപ്പോൾ ട്രെൻഡിങ്ങിന്റെ പിന്നാലെ പോയിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു കാര്യം കൂടിയാണ് പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ്. പ്രോസസ്ഡ് മീറ്റ് എന്ന് പറയുമ്പോൾ ഈ നഗേറ്റ്സ് പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സോസേജ്, പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ് ഈ പറയുന്നത്. അപ്പോൾ പലരും ഫില്ലിംഗ് ആണ്, ഹെൽത്തി ആണെന്ന് വിചാരിച്ച് കഴിച്ചു വരുന്നത് കാണാനായിട്ട് പറ്റും. പക്ഷെ നിങ്ങൾ അധികം എടുക്കരുത്. കാരണം നോർമൽ ആയിട്ട് നമ്മൾ വാങ്ങുന്ന ഈ ചിക്കനും അതുപോലെ തന്നെ ഈ മീറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ ഈ കാര്യങ്ങൾ പ്രിസർവേറ്റീവ്സ് ധാരാളമായിട്ട് ചേർത്തിട്ടുണ്ട്. ധാരാളം കാലം നിൽക്കാനും അതുപോലെ തന്നെ അതിന്റെ ടേസ്റ്റ് കൂട്ടാനൊക്കെ ആയിട്ടും. ഉപ്പിന്റെ അളവ് വളരെയധികം കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബി.പി നന്നായിട്ട് കൂട്ടാൻ, ഹൃദയരോഗത്തിന്റെ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നന്നായിട്ട് കൂട്ടാനും ഈവൻ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് കൊണ്ട് ഇത് എന്നും കഴിച്ചു വരുന്നത് കുറച്ചൊന്ന് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ നോക്കുക. ഈ പുറത്തൊക്കെ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ സോസേജ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കുറേയധികം യൂസ് ചെയ്യുന്നവരുണ്ടാകും. പരമാവധി ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം. അതിൽ പറയുന്ന ആദ്യത്തെ ഒരു ലിസ്റ്റിൽ വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സോഴ്സ് മുട്ട. എല്ലാവർക്കും അറിയാലോ, പ്രായമാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ മസിൽ മാസ് നന്നായിട്ട് കുറഞ്ഞു വരും. അപ്പൊ ഈ മുട്ട എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഏകദേശം ഒരു മുട്ട എടുക്കുകയാണെങ്കിൽ 6 ഗ്രാം ഓഫ് പ്രോട്ടീൻ അത്രയും നല്ല രീതിയിൽ കിട്ടും. വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, അതുപോലെ തന്നെ സെലീനിയം പോലെയുള്ള നല്ല വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ നല്ലൊരു സോഴ്സ് ആണ് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. നല്ലൊരു ഊർജ്ജം നൽകാനും മസിൽസിന് നല്ലൊരു ആക്റ്റീവ് ആക്കി വെക്കാനും തലച്ചോറിന്റെ പ്രവർത്തനത്തിന് എന്നിങ്ങനെ പറയുന്ന എല്ലാ ഒരു കാര്യത്തിനും ദിവസത്തിലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ മുട്ട നിങ്ങൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്താനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പുഴുങ്ങി കഴിക്കാം, അല്ലെങ്കിൽ ഓംലേറ്റ് പോലെ കഴിക്കാം, അല്ലെങ്കിൽ സ്ക്രാമ്പിൾ ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ് നമ്മുടെ നട്ട്സ്. നട്ട്സിൽ തന്നെ മെയിൻ ആയിട്ട് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തുന്നത് ആൽമണ്ടും അതുപോലെ തന്നെ വാൾനട്ടും ആണ് കേട്ടോ. നമ്മൾ ചെറിയൊരു അളവിലാണ് കഴിക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിലുള്ള പോഷകങ്ങളാണ് നമ്മുടെ ശരീരത്തിന് നൽകുന്നത്. ഈ ബദാമിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വൈറ്റമിൻ ഇ, അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റ്, മഗ്നീഷ്യം ഇതുപോലെയുള്ള കാര്യങ്ങൾ. വാൾനട്ടിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒമേഗ 3 ഫാറ്റി ആസിഡും അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻസും നല്ല റിച്ച് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനെ വർദ്ധിപ്പിക്കാനായിട്ടും നമ്മുടെ ബ്രെയിനിന്റെ ഫംഗ്ഷൻ, നമ്മുടെ മസിൽസിന്റെ ഫംഗ്ഷൻ ഇതിനൊക്കെ വളരെയധികം സഹായിക്കും. അപ്പോൾ ഇതെങ്ങനെ കഴിക്കാൻ നോക്കുകയാണെങ്കിൽ ഒരു 4-5 ബദാം നിങ്ങൾ രാത്രി കുതിർത്തിട്ട് അതിന്റെ കൂടെ 2 വാൾനട്ട്, 1-2 വാൾനട്ട് മതി, കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ട. അതുപോലെ തന്നെ ബദാമിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 4-5 ബദാം മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ രാത്രി കുതിർത്ത് വെച്ചിട്ട് രാവിലെ ഈ ബദാമിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നിങ്ങൾക്ക് വെറും വയറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. നല്ലൊരു സോഴ്സ് ആണ്. എന്നും കഴിക്കണം എന്ന് പറയില്ല, ആഴ്ചയിൽ ഒരു 4-5 ദിവസമായിട്ട് നിങ്ങൾ നിത്യമായിട്ട് കഴിച്ചു വരാനായിട്ട് നോക്കുക. ഈ പറയുന്ന എല്ലാ ബെനിഫിറ്റ്സും കിട്ടുന്നത് കൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട രണ്ടാമത്തെ ഒരു സോഴ്സ് ആണ് നട്ട്സ്. ഇനി അടുത്തതാണ് നമ്മുടെ കേരളക്കാരുടെ പരമ്പരാഗതമായിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. പുട്ട്, അപ്പം, ഇഡ്ലി, ദോശ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അല്ലേ. നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും ഈ പറയുന്ന എല്ലാ കാര്യത്തിലും മെയിൻ ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ് കാർബോഹൈഡ്രേറ്റ്. അതുകൊണ്ട് ഈ പറയുന്ന പുട്ട്, അപ്പം, ഇഡ്ഡലി എന്ത് കാര്യം നിങ്ങൾ കഴിക്കുകയാണെങ്കിലും അതിന്റെ കൂടെ നമ്മളൊരു പ്രോട്ടീൻ മിക്സ് ആയിട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഇപ്പൊ പുട്ട് കഴിക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ കടലക്കറി മിക്സ് ചെയ്ത് കഴിക്കുക. കാരണം പുട്ട് ഒരു കാർബോഹൈഡ്രേറ്റ് ആണല്ലോ, അരി ഭക്ഷണമാണ്. അപ്പൊ കടലക്കറിയിൽ നമുക്ക് പ്രോട്ടീനും ഫൈബറും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ട് ഒരു ബാലൻസ് ആയിട്ടുള്ള ഒരു മീലാവും. രണ്ടാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഇഡ്ഡലി കഴിക്കുകയാണെങ്കിൽ സാമ്പാർ കഴിക്കുക, ദോശ കഴിക്കുകയാണെങ്കിൽ സാമ്പാർ കഴിക്കാൻ നോക്കുക, അപ്പം കഴിക്കുകയാണെങ്കിൽ മുട്ടക്കറി അല്ലെങ്കിൽ കടലക്കറി. ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ കൂടെ ഒരു പ്രോട്ടീൻ മിക്സ് ആയിട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കുക. കാരണം കംപ്ലീറ്റ് ആയിട്ട് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് നമുക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. നാലാമത്തെ കാറ്റഗറിയിൽ വരുന്നതാണ് പഴങ്ങൾ, ഫ്രൂട്ട്സ്. നമുക്ക് എല്ലാവർക്കും അറിയാലോ പഴങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത്. വളരെയധികം ആന്റി ഓക്സിഡൻസ്, വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ കൂടി അടങ്ങിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. പക്ഷെ എല്ലാവർക്കും വരുന്നൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴങ്ങളിലും പഞ്ചസാര അടങ്ങിയിട്ടില്ലേ എന്നാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്തുണ്ടല്ലോ ഫുൾ ആയിട്ട് നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് നോക്കുക. അപ്പൊ ഇതിലടങ്ങിയിരിക്കുന്ന പഞ്ചസാരയുടെ കൂടെ നമുക്ക് അതിലുള്ള ആന്റി ഓക്സിഡൻസും ഫൈബേഴ്സും എല്ലാം കൂടി ചേരുമ്പോൾ അതിലുള്ള ഗുണമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ ഫ്രൂട്ട്സ് ജ്യൂസ് ആയിട്ട് കഴിക്കാതിരിക്കാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് പഴങ്ങളുടെ ചോയ്സ് ഞാൻ തരികയാണെങ്കിൽ പേരക്കായ, വൈറ്റമിൻ സി കൂടുതലാണ്, അതുപോലെ തന്നെ ഫൈബറും നല്ല രീതിയിലുണ്ട്. ആപ്പിള്, ഫൈബറും നല്ല രീതിയിലുണ്ട്, പിന്നെ അത് കഴിക്കാനും ഈസിയാണ്, ക്യാരി ചെയ്യാനും വളരെ ഈസിയാണ്. പിന്നത്തെ ഒരു കാര്യമാണ് പപ്പായ. ഫൈബറിന്റെ അളവ് നല്ല രീതിയിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ദഹനത്തിനും വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഇതൊക്കെയാണ് നല്ലൊരു കുറച്ച് ചോയ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ.
ഇനി ഷുഗർ പേഷ്യൻസിന് പഴങ്ങൾ കഴിക്കാൻ പറ്റുമോ നോക്കുകയാണെങ്കിൽ അത് അവരുടെ ഷുഗർ എത്രത്തോളം കൺട്രോൾ ആണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തും ഇരിക്കും കേട്ടോ. ഇനി അവസാനത്തെ നമ്മുടെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു കാര്യമാണ് മില്ലറ്റ്സ്. നമ്മൾ പണ്ട് മുതൽ ഉപയോഗിച്ച് വന്നിരുന്ന ഒരു കാര്യമാണ്, ഇപ്പോഴും പല ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ കുറെ ആൾക്കാർ കുറവാണ് ഉപയോഗിക്കുന്നത്. അതായത് റാഗി, തിന, ചാമ, കമ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. നമ്മുടെ വയറ് പെട്ടെന്ന് നിറയൂട്ടോ ഇതിന്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ. പിന്നെ അരിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനും കൂടിയാണ്. ഇപ്പൊ നിങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ പുട്ടൊക്കെ ഉണ്ടാക്കുമല്ലോ, നിങ്ങൾ റാഗിയുടെ പുട്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അപ്പം, റാഗിയുടെ അപ്പം നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ധാരാളം റെസിപ്പീസ് നമ്മൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിലേക്ക് സ്വിച്ച് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത്തരത്തിൽ മില്ലറ്റ്സ് കൊണ്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഷുഗർ പേഷ്യൻസ് ആണ് അല്ലെങ്കിൽ കിഡ്നി പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള മില്ലറ്റ്സും തിരഞ്ഞെടുക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഡോക്ടറോട് പേഴ്സണലായിട്ട് നിങ്ങൾ ചോദിച്ചതിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള മില്ലറ്റ്സ് നിങ്ങൾ ചൂസ് ചെയ്യാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം കൂടി, നിങ്ങൾ ഏത് മില്ലറ്റ്സിന്റെ കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നതെങ്കിലും അതിന്റെ കൂടെ പ്രോട്ടീനും കൂടി മിക്സ് ചെയ്തിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുട്ട് കഴിക്കുകയാണെങ്കിൽ കടല മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ മുട്ട, ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി കോമ്പിനേഷൻ ചെയ്തും കൂടി നിങ്ങൾ കഴിക്കാനായിട്ടും കൂടി നിങ്ങൾ നോക്കുക. അവസാനമായിട്ടൊന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ, നമ്മൾ രാവിലെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യലോ, ആ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ രാത്രി കുതിർത്ത് വെച്ചിട്ടുള്ള ഈ 4 ആൽമണ്ട്സും അതുപോലെ തന്നെ 2 ബോൾനട്ട്, ഇത് നിങ്ങൾ ആദ്യം കഴിക്കാനായിട്ട് നോക്കുക. ആഴ്ചയിൽ 4-5 ദിവസം മാത്രം കഴിച്ചാൽ മതി, ഡെയിലി കഴിക്കണം എന്നില്ല. അതിനുശേഷം നിങ്ങൾ ഒരു ഫ്രൂട്ട് കഴിക്കുക. പേരക്കായ അല്ലെങ്കിൽ ആപ്പിൾ, ഏതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾ അതൊരു ആപ്പിൾ, ഏതെങ്കിലും ഒരു ഫ്രൂട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. ശേഷം അതിന്റെ കൂടെ 2 മുട്ട, ഇതും കൂടി കഴിച്ചാൽ നമ്മുടെ വയറ് ഫില്ലാവും. ഇപ്പൊ നിങ്ങൾക്ക് ഡെയിലി മുട്ട കഴിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, പുട്ടാണെങ്കിൽ പുട്ട്, അല്ലെങ്കിൽ ഇഡ്ഡലി ആണെങ്കിൽ ഇഡ്ഡലി, അതിന്റെ കൂടെ എന്തെങ്കിലും പ്രോട്ടീൻ സോഴ്സും കൂടി മിക്സ് ചെയ്തിട്ടും കൂടി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു ഫുൾ മീൽ നമുക്ക് കാണാനായിട്ട് പറ്റും, നമ്മുടെ വയറ് നിറയും, അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം കൂടി നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ ഇന്നു മുതലേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. എനിക്കറിയാം പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യം കൂടി തന്നെയാണ്, പക്ഷെ പല ആളുകളും ഇപ്പോഴും ചെയ്യാതെ മടിച്ചു നിൽക്കുന്നവരുണ്ട്. പക്ഷെ ഇന്നു മുതലേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുകയാണ്. ഇൻഫോർമേറ്റീവ് ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.